കേരളത്തിൻ്റെ മക്കൾക്ക് ഒരാശങ്കയും വേണ്ട എന്ന് ഉറപ്പിക്കുന്നതാണ് ആക്ടിവിറ്റി. സർ, ഒരു സമ്മേളന കാലയളവിൽ അടിയന്തര പ്രമേയം അവതരിപ്പിക്കാൻ ഭയപ്പെടുന്ന പ്രതിപക്ഷത്തെ ലോകത്തെവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? സാധാരണ അടിയന്തര പ്രമേയം എന്നൊക്കെ പറഞ്ഞാൽ ചാട്ടുളി പോലെ ഭരണപക്ഷത്തിന് നേരെ, ഗവൺമെൻറ്റിന് നേരെ വലിയ ആക്രമണമായിട്ട് വരുന്നൊരു കാര്യമല്ലേ. ഗവൺമെൻറ്റിനെ വല്ലാതെ പ്രതിക്കൂട്ടിൽ നിർത്താൻ വേണ്ടി ആരോപണങ്ങൾ ഉന്നയിക്കാൻ തയ്യാറാവില്ല. ഏതെങ്കിലും ഒരു ചെറിയ ആരോപണമെങ്കിലും ഈ സഭയിൽ ഉന്നയിക്കാൻ അവർക്ക് കഴിയും. 15ാം നിയമസഭയുടെ എന്ന് വെച്ചാൽ നിലവിലുള്ള നിയമസഭയുടെ അവസാന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗം, അദ്ദേഹത്തിൻ്റെ ഈ സമ്മേളനത്തിലെ അവസാന പ്രസംഗവും കൂടിയാണ് അത്. പ്രതിപക്ഷത്തെ കടന്നാക്രമിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. പക്ഷേ പ്രസംഗം കേൾക്കാൻ പ്രതിപക്ഷം സഭയിലുണ്ടായിരുന്നില്ല. അതിനു മുമ്പേ തന്നെ സഭ ബഹിഷ്കരിച്ച് പുറത്തുപോയി. കേൾക്കണമായിരുന്നു പ്രതിപക്ഷം ഈ പ്രസംഗം സഭയിൽ ഇരുന്നു കൊണ്ട് തന്നെ. അത്രമാത്രം രൂക്ഷമായ ഭാഷയിലാണ് പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തനങ്ങളെ വിമർശിച്ച് മുഖ്യമന്ത്രി രംഗത്ത് വന്നത്. കേൾക്കാം ആ വാക്കുകൾ. നമ്മുടെ രാജ്യത്ത് വലിയ തോതിൽ ഒരു വിഭാഗം ആളുകളിൽ ആശങ്ക നിലനിൽക്കുന്നൊരു കാലമാണിത്. കേരളത്തിൻ്റെ മക്കൾക്ക് ഒരാശങ്കയും വേണ്ട എന്ന് ഉറപ്പിക്കുന്നതാണ് ആക്ടിവിറ്റി. അവരുടെ കയ്യിൽ നാറ്റിവിറ്റി കാർഡുണ്ടാവും. ആർക്കും അത് നിഷേധിക്കാനാകില്ല. ഇവിടെ എല്ലാ തരത്തിലും സുരക്ഷിതം. നമ്മുടെ നാട് എപ്പോഴും സുരക്ഷിതമാണ്. പക്ഷേ ആ സുരക്ഷിതത്വത്തെ ചോദ്യം ചെയ്യുന്ന ഒട്ടേറെ കാര്യങ്ങൾ രാജ്യത്ത് സംഭവിക്കുന്ന സാഹചര്യത്തിൽ ഇത് വളരെ പ്രസക്തമായൊരു കാര്യമാണ്. ഇങ്ങനെയുള്ള ചരിത്രപ്രസിദ്ധങ്ങളായ ഒരുപാട് നിയമനിർമ്മാണങ്ങൾ നടത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. പൊതുവെ അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് സർ. പക്ഷേ എല്ലാം കൂടി ചേരുന്നതാണല്ലോ ഈ സഭ എന്ന് പറയുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് പ്രതിപക്ഷത്തിൻ്റെ റോൾ. സർ, ജനാധിപത്യത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും വളരെ പ്രധാനമാണ്. സർ, നമ്മുടെ സംസ്ഥാനത്തുള്ള ഏറ്റവും ദൗർഭാഗ്യകരമായ അവസ്ഥ ഇവിടെ പ്രതിപക്ഷം ക്രിയാത്മകമായ പ്രതിപക്ഷമല്ല എന്നുള്ളതാണ്. സർ, ചർച്ചയെ ഭയപ്പെടുന്നൊരു പ്രതിപക്ഷമാണിത്. സർ, ഇപ്പോൾ ഈ സമ്മേളനത്തിൻ്റെ അവസാന ദിവസമാണ് നമ്മളിരിക്കുന്നത്. ഈ സമ്മേളനം എന്ന് പറയുന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് നടക്കുന്ന ഒരു സമ്മേളനമാണ്. സാധാരണ നിലയിൽ പ്രതിപക്ഷം ഭരണപക്ഷത്തെ അങ്ങ് ശ്വാസം മുട്ടിക്കുമാറുള്ള ഒരുപാട് ആക്ഷേപങ്ങൾ, ആരോപണങ്ങൾ എല്ലാം സഭയിൽ ഉന്നയിക്കേണ്ട ഒരു ഘട്ടമാണ്. സ്വാഭാവികമായിട്ട് ഉന്നയിക്കും. പക്ഷേ സർ, ഇവിടെ ഗവൺമെൻറ്റിനെ പറ്റി എന്ത് ആരോപണം ഉന്നയിക്കുക, എന്ത് ആക്ഷേപം ഉന്നയിക്കുക? അപ്പോൾ അത്തരത്തിലൊന്നും ഉന്നയിക്കാനില്ല എന്നുള്ളത് കൊണ്ട് അവർ പൂർണ്ണമായി തന്നെ സഭ ബഹിഷ്കരിക്കുന്ന നിലയാണുണ്ടായത്. നമ്മൾ ഇതുപോലുള്ള ഒരു സമ്മേളനത്തിൽ വളരെ വിശദമായി ചർച്ച ചെയ്യാൻ കഴിയുന്ന ഘട്ടമാണ് നയപ്രഖ്യാപന പ്രസംഗത്തെക്കുറിച്ചുള്ളത്. അതിൽ അവസാന ദിവസം ചർച്ചയിൽ പങ്കെടുത്തു എന്നുള്ളത് ഒഴിച്ചാൽ ബാക്കി ദിവസങ്ങളൊക്കെ ഒഴിവായിരുന്നല്ലോ. നയപ്രഖ്യാപന പ്രസംഗം മാത്രമല്ല, ബജറ്റിനെ കുറിച്ചുള്ള ചർച്ച വളരെ വിശദമായ ചർച്ചയല്ലേ നടക്കുക. ആ ചർച്ചയിൽ നമ്മുടെ പ്രതിപക്ഷത്തെ കാണാൻ പറ്റിയില്ലല്ലോ, പ്രതിപക്ഷം ഉണ്ടായില്ലല്ലോ. ഇതുപോലെ ഏതെങ്കിലും ഒരു പ്രതിപക്ഷത്തെ എവിടെയെങ്കിലും കാണാൻ സാധിക്കും? സർ, ഒരു സമ്മേളന കാലയളവിൽ
അടിയന്തര പ്രമേയം അവതരിപ്പിക്കാൻ ഭയപ്പെടുന്ന പ്രതിപക്ഷത്തെ ലോകത്തെവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? സാധാരണ അടിയന്തര പ്രമേയം എന്നൊക്കെ പറഞ്ഞാൽ ചാട്ടുളി പോലെ ഭരണപക്ഷത്തിന് നേരെ, ഗവൺമെന്റിന് നേരെ വലിയ ആക്രമണമായിട്ട് വരുന്നൊരു കാര്യമല്ലേ. ഇവിടെ അതിന് ധൈര്യം ഉണ്ടായോ? പ്രതിപക്ഷത്തിന് അവതരിപ്പിക്കാനുള്ള ധൈര്യം ഉണ്ടായോ? കാരണം അവതരിപ്പിച്ചാൽ അതിനെല്ലാം മറുപടി കിട്ടുമല്ലോ. അതിനെ ഭയപ്പെടുകയല്ലേ. ചർച്ചയെ ഭയപ്പെടുന്ന ഒരു പ്രതിപക്ഷം. സർ, നമ്മുടെ അവസാന സമ്മേളനമാകുമ്പോൾ ഒരു ഗവൺമെൻറ്റിനെതിരെ, മന്ത്രിമാർക്കെതിരെ എല്ലാം എഴുതിക്കൊടുത്ത് ആരോപണങ്ങൾ ഉന്നയിക്കുമല്ലോ. കാരണം നേരെ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയല്ലേ. അപ്പോൾ ഗവൺമെൻറ്റിനെ വല്ലാതെ പ്രതിക്കൂട്ടിൽ നിർത്താൻ വേണ്ടി ആരോപണങ്ങൾ ഉന്നയിക്കാൻ തയ്യാറാവുകയില്ല. ഏതെങ്കിലും ഒരു ചെറിയ ആരോപണമെങ്കിലും ഈ സഭയിൽ ഉന്നയിക്കാൻ അവർക്ക് കഴിയും. ഇത് നമ്മുടെ പ്രതിപക്ഷം എത്ര കണ്ട് നിലവിലുള്ള വസ്തുതകളെ ഭയപ്പെടുന്നതെന്നല്ലേ. ഏത് തരത്തിലൊക്കെയാണ് ഭയപ്പെടുന്നത്? നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ ഒരു ഗവൺമെൻറ്റിനെ ഏറ്റവും അധികം വിഷമിപ്പിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് നാട്ടിലാകെ വലിയ പ്രചരണമൊക്കെ നടത്തുമ്പോൾ അതെല്ലാം കൂടി സഭയിൽ കൊണ്ടുവന്ന് ഗവൺമെൻറ്റിനെ അലക്കുക, ഗവൺമെൻറ്റിനെ വലിയ തോതിലുള്ള ആക്ഷേപങ്ങൾ കൊണ്ട് മൂടുക, അതിനൊക്കെ പറ്റി അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുക. പ്രതിപക്ഷത്തിൻ്റെ ഒരു രീതിയൊക്കെ കണ്ടപ്പോൾ എൻ്റെ ചില സുഹൃത്തുക്കൾ നേരത്തെ പറഞ്ഞു, സഭയിൽ അവിശ്വാസ പ്രമേയം ഇത്തവണ അവതരിപ്പിക്കാൻ സാധ്യതയുണ്ടാവുമെന്ന്. ഞാൻ പറഞ്ഞു, അതിന് വഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് തന്നെയാണല്ലോ സംഭവിച്ചത്. സാർ, ഇവർ വസ്തുതകളെ ഭയപ്പെടുകയല്ലേ. അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചാൽ എന്തെല്ലാം കാര്യങ്ങളിൽ ഗവൺമെൻറ്റിനോട് ജനങ്ങൾക്ക് വിശ്വാസമുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഞങ്ങൾ അവതരിപ്പിക്കുമല്ലോ. അപ്പം അതിനെ ഭയപ്പെടുകയല്ലേ. കേരളത്തിൻ്റെ പൊതുവായ കാര്യങ്ങൾ ഭയപ്പെടുകയല്ലേ. സർക്കാർ ഇതേവരെ ചെയ്ത കാര്യങ്ങൾ ഭയപ്പെടുകയല്ലേ. ഇങ്ങനെ ചർച്ചയെ ഭയപ്പെടുന്ന ഒരു പ്രതിപക്ഷം, അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സർ, അതോടൊപ്പം ഇതുപോലെ വികസന വിരുദ്ധരായൊരു പ്രതിപക്ഷം എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ട്? സർ, നമ്മളെല്ലാം നാടിൻ്റെയും ജനങ്ങളുടെയും ഉന്നമനല്ലേ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയല്ലേ നിലകൊള്ളേണ്ടത്. കേരളത്തിലെ പ്രതിപക്ഷം ഏതെങ്കിലും ഘട്ടത്തിൽ ഈ സർക്കാരിൻ്റെ കാലയളവ്, ഇപ്പോൾ 15ാം കേരള നിയമസഭയുടെ കാലയളവ്, ഈ കാലയളവിൽ കേരളം ഒരിഞ്ച് മുന്നോട്ട് പോകുന്നതിൽ എന്തെങ്കിലും സഹായം ചെയ്തിട്ടുണ്ടോ? അതവരാഗ്രഹിച്ചിട്ടില്ലല്ലോ. നമ്മുടെ നാട്ടിൽ നടക്കുന്ന എല്ലാ വികസന പദ്ധതികളെയും എതിർക്കാനല്ലേ തയ്യാറായിട്ടുള്ളത്.